So, hi everyone. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ആ ട്രേഡിന്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓൾ ദ സെറ്റപ്പ് യെസ്റ്റർഡേ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാം ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് സെറ്റപ്പ്. എങ്ങനെയാണ് ഈ സെറ്റപ്പ് വരച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഈ അനാലിസിസ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മൾ സ്ട്രക്ചർ നോക്കുക എന്നുള്ളതാണ്. സോ ഞാനൊരു 50 മിനിറ്റ്സിലുള്ള സ്ട്രക്ചർ നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ 5 മിനിറ്റ്സിലുള്ള സ്ട്രക്ചർ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഓൾ ഐ പ്ലോട്ടഡ് ഓൾ ദിസ് തിങ്. സോ 5 മിനിറ്റ്സിൽ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. 5 മിനിറ്റ്സ് തന്നെ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഞാനൊരു സപ്ലൈ സോൺ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ബേസിക്കലി ഒരു സപ്ലൈ സോൺ ഇവിടെ വരച്ചിട്ടുണ്ട്. 50 മിനിറ്റ്സിലാണ് സപ്ലൈ സോൺ വരച്ചിട്ടുള്ളത്. സോ ഏകദേശം ഈ ലെവലിലാണ് അത് വരുന്നത്. ഓക്കെ, ഒരു ഡിമാൻഡ് ലെവല് ഈ ലെവലിലും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് ലെവല് ഈ ലെവലിലും വരച്ചിട്ടുണ്ട്. ഈ രണ്ട് സോണുകൾ ഞാൻ ആദ്യം വരച്ചതിന് ശേഷം ഏഷ്യയുടെ ഹിൽ സോൺ ടൈമിംഗ് കണ്ടു. ഓക്കെ, ഇസ് ബേസിക്കലി ഈ ഒരു ലെവലാണ്. സോ അറൗണ്ട് 5 ടു അറൗണ്ട് 8:55 ഈ ഒരു ലെവൽ. ദെൻ അത് കഴിഞ്ഞിട്ട് ലണ്ടന്റെ ഗിൽ സോൺ 11 ടു 155 ആൻഡ് ന്യൂയോർക്കിൻ്റെത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7:13 ടു 5:30. ഓക്കെ, 5:30 യു ഐ ടൈമാണ് കേട്ടോ. യു ഐ ടൈം 5:30 ടു അറൗണ്ട് 7:55. ഓക്കെ, ഈ ഒരു ടൈമുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇവിടെ മാർക്കറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തതെന്നുള്ള കാര്യം നോക്കുക, എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. മാർക്കറ്റ് താഴോട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ തന്ന് ഡൗൺ സൈഡിലേക്ക് നിൽക്കുകയാണ് മാർക്കറ്റ്. But here the market created the demand level here, and here the market pushed higher here. Okay, ഇവിടെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് ഒരു പുഷ് ചെയ്തു. ലോവർ ടൈം ഫ്രെയിമിൽ തന്നെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ബേസിക്കലി വി ഗോട്ട് എംഎസ്എസ് അറൗണ്ട് ദിസ് ഏരിയാസ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയ മാർക്കറ്റ് വെന്റ് ഇൻ ടു ബുള്ളിഷ് സ്റ്റേറ്റിലേക്ക് മാറി. അക്യുമുലേഷൻ കഴിഞ്ഞു, മാർക്കറ്റ് ബുള്ളിഷ് സ്റ്റേറ്റിലേക്ക് മാറി. ലണ്ടൻ വി wanted a pure manipulation to happen. ഓക്കെ, പ്യുർ മാനിപ്പുലേഷൻ, ദെൻ മാർക്കറ്റ് വിൽ ഡിസ്ട്രിബ്യൂട്ട്. അത് അങ്ങനെയാണല്ലോ. സോ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളൊരു കാര്യം നോക്കാം. ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് തന്നെ പിടിച്ചുകൊണ്ട് ട്രേഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു റേഞ്ച് തന്നെ പിടിച്ചുകൊണ്ട് ട്രേഡ് ചെയ്തു. ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഡിസ്പ്ലേസ്മെന്റിൽ ഞാൻ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഈ ഒരു ലെവലിലും ഈ ഒരു ലെവലിലും എൻട്രീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ലെവലിൽ എക്സിറ്റ് ആയത്. Then market again took this respected this liquidity. So I was expecting two scenarios here. One, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലോട്ടേക്ക് പോകുന്നു ആൻഡ് താഴത്തോട്ടേക്ക് ഒരു ജേണി. ഓക്കെ, ബട്ട് ഇൻസ്റ്റെഡ് മാർക്കറ്റ് എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതെടുത്തു ഇവിടെ ഒരു ഈക്വൽ ഹൈ ഹൈ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഓക്കെ, ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ മാർക്കറ്റ് ഈ ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ വരുന്ന ലോ, ഓക്കെ, ഈ വരുന്ന ലോ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്നു മാർക്കറ്റ്, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ലണ്ടനിൽ ആ ഒരു സ്പെസിഫിക് ഏരിയ സ്വീപ്പ് ചെയ്തു. സോ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടാണ് സ്വീപ്പ് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഏരിയ സ്വീപ്പ് ആക്കിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ടേക്ക് റാലി ചെയ്തു അല്ലേ? സോ അവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ബെയറിഷ്നെസ്സിലേക്ക് ഒന്ന് മാർക്കറ്റ് മാറി. ഓക്കെ, സെയിം ടൈം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ആ ഒരു റിവേഴ്സലും നമുക്ക് തന്നു. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ബെയറിഷ്നെസ്സിലേക്ക് മാറി. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് നേരെ തിരിച്ച് ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ക്രിയേറ്റ് ചെയ്തു അല്ലേ? സോ ഇവിടെ ഒരു CHO ഉണ്ട്. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം, ഒരു CHO ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ വിക്ക് ക്ലോസ് നമുക്ക് കിട്ടി. ഈ വിക്ക് ക്ലോസിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്തു? ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി വന്നു. ബേസിക്കലി ഈ ഒരു ക്യാൻഡിലാണ് ആദ്യം വീണിട്ടുള്ളത്.
Okay, then this candle will be your EISD level. Okay, EISD level. ഇത് നമ്മൾ നേരെ ഒരു 3 മിനിറ്റിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ you might have got some kind of ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ എൻ്റർ ദ. ഓക്കെ, സോ ഐ ക്യാൻ ഫൈൻഡ് ഇത് 3 മിനിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എനിക്ക് എടുക്കാം. ഓക്കെ, ബട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മളെ നാരറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കായിരുന്നു. ഇവിടുന്ന് വന്നിട്ട് മുകളിലോട്ടേക്ക് പോയിട്ട് വരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഫോർ എ ബ്രേക്ക് ഔട്ട് ലെവൽ ദിസ്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് നോക്കണം. സോ എക്സാക്ട്ലി ഒരു 5 മിനിറ്റ്സിലേക്കൊക്കെ വീണ്ടും സ്വിച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ലെവല് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വീണ്ടും തന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വീണ്ടും തന്നു മാർക്കറ്റ്. എക്സാക്ട്ലി 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു കറക്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, ഈ ഒരു ലെവലിൽ CH നമുക്ക് കിട്ടി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് വന്നത് നേരെ എന്ത് ചെയ്തു, ഇവിടുന്ന് നേരെ റിവേഴ്സും എടുത്തു. സോ ഈ ഒരു ലെവലിന് പിന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത സ്ഥലം തന്നെ നമുക്ക് 50 മിനിറ്റ്സിലും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ബോത്ത് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, മൊത്തമായിട്ട് ട്രെൻഡ് അങ്ങോട്ട് മാറി. ഓക്കെ, ഈ ട്രെൻഡ് മാറിയ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്വാഭാവികമായിട്ടും നമ്മൾ ബൈ സൈഡിലേക്ക് നിൽക്കണം. ഓക്കെ, സോ ഹോൾഡിംഗ് എ സെൽ ട്രേഡ് ഫ്രം ദെയർ ഇറ്റ്സ് വെരി റിസ്കി. സോ ബട്ട് സ്റ്റിൽ ഐ വാസ് എക്സ്പെക്ടിങ് മാർക്കറ്റ് ടു കം ഡൗൺ. ഓക്കെ, ടു ഒരു പുൾ ബാക്ക് എടുക്കാം, ആ പുൾ ബാക്കിന് ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റ് പോകാന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെ ആയിരുന്നു. സോ പുൾ ബാക്ക് മാർക്കറ്റ് തന്നു. ആൻഡ് ഈ പുൾ ബാക്കിൻ്റെ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൾ യു ഹാവ് ടു ഡു ഈസ് ദാറ്റ്, എന്നിട്ട് ഈ ഒരു ലെവലാണ്, ഈ ലെവലിലേക്ക് വരയ്ക്കുക, 50% വരയ്ക്കുക. ഓക്കെ, 50% വരച്ചതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ലെവലിലാണുള്ളത്. ഓക്കെ, ഈ ലെവൽ എക്സാക്ട്ലി ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. ഓക്കെ, ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഓക്കെ, 2 തവണ റിജക്റ്റ് ചെയ്ത് 2 തവണ റിജക്റ്റ് ചെയ്ത് പിന്നെ അത് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ടുള്ളൊരു ബാലൻസ് ഉണ്ട് അവിടെ. അത് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഷോർട്ടപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി വൺസ് you have got this, okay, then your decision should be switching from this level. Okay, ഈ ഒരു ലെവലിന് നിങ്ങളെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡി ആക്കി വെക്കണം, ഒരു അപ്പ് സൈഡിലേക്കുള്ളത്. എസ്പെഷ്യലി യു ക്യാൻ കീപ്പ് ഇറ്റ് ഹിയർ ഓൾസോ. ഒരു സേഫ് സൈഡിലേക്ക് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. ഓക്കെ, ദെൻ ടാർഗറ്റ് യു ക്യാൻ എയിം ഫോർ ദ ഹയർ. ഹൈ എവിടെയാണുള്ളത്, ഹൈയിലേക്ക് ഹയർ ചെയ്യാം. അറൗണ്ട് ഈ ലെവലിൽ തന്നെയാണ് ഹൈ ഉള്ളത്, ഇതിലേക്ക് ഹൈ എയിം ചെയ്യാം. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ അറൗണ്ട് ദിസ് ലെവൽ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലിക്വിഡിറ്റി എങ്ങോട്ട് ട്രാവൽ ചെയ്തു എന്നുള്ളത്, 2 മാർക്കറ്റിൽ പ്രസന്റ് ആയിരിക്കുക എന്നുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ദിസ് ഗ്യാപ്പ് വാസ് ഫിൽഡ് ഇയർ. ഓക്കെ, ബട്ട് സ്റ്റിൽ ദിസ് ഗ്യാപ്പ് ഈസ് ലൈക്ക് ലണ്ടൻ ലോ ഓൾസോ. ലണ്ടനിൽ വന്നിട്ടുള്ള ലോ ആണിത്. ഓക്കെ, ഈ ലെവൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. സോ ഇത് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യയുടെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുള്ള ലെവലും കൂടിയാണ്. സോ ദിസ് ഓൾ ലെവൽസ് വിൽ ആക്ട് ആസ് എക്സ്റ്റേണൽ ലെവൽ ലിക്വിഡിറ്റി ലെവൽസ്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ ലെവലും ഇന്റേണൽ ലെവലും കൂടി ഒരുമിച്ച് വന്ന ലെവലാണ്. ആ ലെവലിലേക്ക് ലിക്വിഡിറ്റി നല്ല രീതിയിൽ അവിടെ ഉണ്ട്. ആ ലെവലിൽ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ഷോർട്ടപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് കൈൻഡ് ഓഫ് സിനാരിയോസ് വോട്ട് യു നീഡ് ടു ഫോക്കസ് വെരി വെൽ. ഇവിടെ നമ്മൾ ഫോക്കസ് നല്ല രീതിയിൽ കൊടുക്കേണ്ടിയുണ്ട്. ആൻഡ് when this hits here, okay, if the stop loss hits here, okay, even though you have an opportunity, if direct selling is not, ഇവിടെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഓൾറെഡി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് മാർക്കറ്റ് സ്ട്രക്ചർ മാറിയിട്ടിരിക്കുകയാണ്. ഓക്കെ,
അതിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് സെല്ല് നോക്കരുത്. അപ്പം ഇത് കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്കൻ ആയി. ഓക്കെ, ബട്ട് ഓൾ യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് വാച്ച് വെരി കെയർഫുൾ വേർ ഈസ് ദ ഡ്രോയിങ് ആൻഡ് ഓൾ ഹാപ്പനിങ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസിലി പറയാൻ വേണ്ടി പറ്റും. ട്രെൻഡ് സ്വിച്ചായി, ഒരു അക്യുമുലേഷൻ കഴിഞ്ഞു, ഒരു മാനിപ്പുലേഷൻ തന്നു മാർക്കറ്റ്. ആ മാനിപ്പുലേഷൻ കഴിഞ്ഞാണ്ട് മുകളിലോട്ടേക്ക് എടുക്കുകയും ചെയ്തു. ആൻഡ് യു ക്യാൻ ഈതർ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ഓക്കെ, ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കണമെന്നില്ല. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ വേണ്ടി മതി. ഓക്കെ, ദെൻ ഇവിടുന്ന് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇവിടെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേഷൻ, ഓക്കെ, ദെൻ വെയിറ്റ് ഫോർ ദ മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ഹാപ്പൻ. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂഷൻ വാസ് വെരി മച്ച് ഹൈ യെസ്റ്റർഡേ. നല്ല രീതിയിലുള്ളൊരു മറ്റാണ് ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ടുള്ളത്. ഐ കുഡൻ ഏബിൾ ടു ക്യാച്ച് ബിക്കോസ് ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈ ടൈം വാസ് around 7 I stopped trading, like 7 I'll be stop trading. Okay, so this time I stopped trading. Then this market I'll get most of the time. This market and this market here I'll be traveling in the bus. So because of that I couldn't watch the market as well. So let's see, next ഒരു വീക്കിൽ നമുക്ക് വരാൻ പോകുന്ന ട്രേഡുകൾ, സാധ്യതകൾ, ബ്രേക്ക് ഡൗൺസ്, പിന്നെ അതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് ഈ ഒരു ഇയറിലേക്കുള്ള ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും, അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ചയുള്ള നമ്മളെ സെറ്റപ്പ് എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ സെറ്റപ്പ് നമുക്ക് വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ ബി ഡിസ്കസിങ് ഓൾ ഓഫ് ദോസ് തിങ്സ്. അപ്പം ഇത്രയും ഉള്ളൂ. ദെൻ വിൽ ബി സീയിങ് യു ടുമാറോ. ഇന്ന് ഫൈനൽ ഡേ, ഫ്രൈഡേ ആണ്. ഓക്കെ, നാളെ നമുക്ക് ഈ ആഴ്ച എടുത്തിട്ടുള്ള ട്രേഡുകളെല്ലാം ബ്രേക്ക് ഡൗൺസും ചെയ്യാം, എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. Right guys, then thank you for watching and stay motivated in the market. Okay, always try to learn every day, try to learn something about the market, and market will always give you some kind of lessons. And thank you.